ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക്സ് +1 ഇക്കണോമിക്സ് ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ, അഗ്രികൾച്ചർ സെക്ടർ, ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ, അഗ്രികൾച്ചർ സെക്ടർ, ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ, പ്രചണ്ഡ തൊഴിലില്ലായ്മ. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ അറിയപ്പെടുന്നത് പ്രചണ്ഡ തൊഴിലില്ലായ്മ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ടെറിഷ്യറി സെക്ടർ, എഡ്യൂക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ് ഇൻ ടെറിഷ്യറി സെക്ടർ, എഡ്യൂക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ്. An example of measure-centered tendency mean. An example of measure-centered tendency mean. കേന്ദ്രീയ പ്രവണതയുടെ അളവിന് ഉദാഹരണമാണ് മാന്ദ്യം. കേന്ദ്രീയ പ്രവണതയുടെ അളവിന് ഉദാഹരണം മാന്ദ്യം. നെക്സ്റ്റ് വൺ: ആൾട്ടർനേറ്റീവ് നെയിം ഓഫ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ആൾട്ടർനേറ്റീവ് നെയിം ഓഫ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ജീവിത ചെലവ് സൂചികയുടെ മറ്റൊരു പേരാണ് ഉപഭോക്തൃ വില സൂചിക. ജീവിത ചെലവ് സൂചികയുടെ മറ്റൊരു പേര് ഉപഭോക്തൃ വില സൂചിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, ലോട്ടറി മെത്തേഡ്. എ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, ലോട്ടറി മെത്തേഡ്. ഒരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ് ലോട്ടറി മെത്തേഡ്. ഒരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ് ലോട്ടറി രീതി. നെക്സ്റ്റ് വൺ: ദ ട്രൈ ഔട്ട് സർവേ കണ്ടക്റ്റഡ് ബിഫോർ ദ ആക്ച്വൽ സർവേ. ആൻസർ: പൈലറ്റ് സർവേ. ദ ട്രൈ ഔട്ട് സർവേ കണ്ടക്റ്റഡ് ബിഫോർ ദ ആക്ച്വൽ സർവേ, പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേയാണ് അറിയപ്പെടുന്നത് പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേ അറിയപ്പെടുന്നതാണ് പൈലറ്റ് സർവേ. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിന് ഒരു എക്സാമ്പിളാണ് ലോട്ടറി മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ എ ട്രൈ ഔട്ട് സർവേ കണ്ടക്റ്റഡ് ബിഫോർ ദ ആക്ച്വൽ സർവേ, പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേക്ക് പറയുന്ന പേരാണ് പൈലറ്റ് സർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഇസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡാഷ് ഇസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. നെക്സ്റ്റ് വൺ: ദ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് 100 to 150, 125, 125. ദ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് 100 to 150, 125. 100നും 150നും ക്ലാസ്സിന് മാന്ദ്യം അറിയപ്പെടുന്നത് എന്താണ്? 125ആണ്. 100ൻ്റെയും 150ൻ്റെയും ക്ലാസ്സിൻ്റെ മാന്ദ്യമാണ് 125. The lowest value of correlation coefficient -1. The lowest value of correlation coefficient is -1. ഒരു സഹബന്ധ ഗുണാങ്കത്തിൻ്റെ ഏറ്റവും താഴ്ന്ന മൂല്യമാണ് -1 എന്നറിയപ്പെടുന്നത്. ഒരു സഹബന്ധം എന്ന് പറഞ്ഞാൽ സഹബന്ധത്തിൻ്റെ ഇംഗ്ലീഷാണ് കോറിലേഷൻ. സഹബന്ധ ഗുണാങ്കത്തിൻ്റെ ഏറ്റവും താഴ്ന്ന മൂല്യം അറിയപ്പെടുന്നത് -1 ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മിഡ് വാല്യൂ ഓഫ് 100, 150 അത് 125ആണ്. പിന്നെ അതുപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ ഓഫ് കോറിലേഷൻ കോഫിഷ്യൻറ്റ് -1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നെബാർഡ് ഇസ് ദ അപ്പെക്സ് ബോർഡ് വിച്ച് റെഗുലേറ്റ് റൂറൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രൂ. നെബാർഡ് ഇസ് ദ അപ്പെക്സ് ബോർഡ് വിച്ച് റെഗുലേറ്റ് റൂറൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രൂ. ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനമാണ് നബാർഡ്. നെക്സ്റ്റ് വൺ: പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇസ് മോർ എക്സ്പെൻസീവ്. ദാറ്റ് ആൻസർ ട്രൂ ആണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇസ് മോർ എക്സ്പെൻസീവ്. ട്രൂ. വ്യക്തികളുമായുള്ള അഭിമുഖത്തിലൂടെ ഡാറ്റ ശേഖരിക്കുന്നത് ചെലവ് കൂടിയ രീതിയാണ് എന്ന് പറയുന്നത് ശരിയാണ്. വ്യക്തികളുമായുള്ള അഭിമുഖത്തിലൂടെ ഡാറ്റ ശേഖരിക്കുന്നത് വളരെ ചെലവ് കൂടിയ രീതിയാണ്. അത് വളരെ ശരിയായ ഒരു ആൻസറാണ്. അതുപോലെ തന്നെ നബാർഡ് എന്നറിയപ്പെടുന്ന ഒരു റൂറൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന റൂറൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സിസ്റ്റത്തെയാണ് നബാർഡാണ് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻസ് മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്പിയർമാൻ. റാങ്ക് കോറിലേഷനുമായി ബന്ധപ്പെട്ടതാണ് വില്യം കാർവേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ദാദാഭായ് നവറോജി. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ലാസ്റ്റ് പേർ സൂചകാംഗങ്ങൾ സ്പിയർമാൻ, റാങ്ക് സഹബന്ധം, വില്യം കാർവേ ചെറുകിട വ്യവസായങ്ങൾ, ദാദാഭായ് നവറോജി ജയിൽ ജീവിത ചെലവ്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് 2 കോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കോളനി വാഴ്ച കാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്ക് ഇടയാക്കിയ 2 കാരണങ്ങളെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 2 കാരണങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തതാണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. സെക്കൻഡ് വൺ ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, സാങ്കേതിക വിദ്യകളുടെ അപര്യാപ്തത. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഈ സീരീസിൽ ഇനി പറയാൻ പോകുന്നത്. അതായത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 കോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. കോളനി വാഴ്ച കാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്ക് ഇടയാക്കിയ 2 കാരണങ്ങളെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്. ഒന്നാമത്തേത് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. സെക്കൻഡ് വൺ ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, സാങ്കേതിക വിദ്യകളുടെ അപര്യാപ്തത. ഈ സീരീസിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് സീരീസിൽ എടുക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക്